ഈശ്വര ചിന്തയിടുന്നേ മനുജനു ശാശ്വതമേ ഈശ്വര ചിന്തയിടുന്നേ മനുജനു ശാശ്വതമേ ഇഹ പരസുഹൃതം ഏകിടുമാർക്കും ഇതു സംസാര വിമോചന മാർഗം ഈശ്വര ചിന്തയിടുന്നേ മനുജനു ശാശ്വതമേ ലഭിച്ചാലോ നൂറിനു മോഹം നൂറിനെ ആയിരം ആക്കാൻ മോഹം ആയിരമോ പതിനായിരമാകണം ആശയ്ക്കുലകിരി അളവുണ്ടാമോ ഈശ്വര ചിന്തയിലും മനോജനു ശാശ്വതമേ കണ്ണിൽ കാണുന്നത് കളിയായി മറയും കാണാത്തതു നാനിങ്ങനെ അറിയും ഒന്നു നിനയ്ക്കും മറ്റൊന്നാകും മണ്ണിതുമായ നാടകരംഗം ഈശ്വര ചിന്തയിലും മനോജനം ശാശ്വതമേ താങ്ക് യു സോ മച്ച്. ഇത് ഈ തൈക്കാട്ടപ്പൻ്റെ അനുഗ്രഹമാണ്. ഇവിടെ വന്ന് പാടണമെന്നുള്ളത്. ഞാനിവിടെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഓർക്കസ്ട്ര ഗ്രൂപ്പ് ഇവരെ കണ്ടു. ഇപ്പോൾ കലാകാരന്മാരെന്ന് പറയുന്ന എൻ്റെയും ദൗർബല്യമാണ് സംഗീതം. ഞാൻ ഇവരോട് ഈ കലാകാരന്മാരോട് വലിയ ബഹുമാനത്തോടെ എല്ലാ കാലത്തും സംഗീതം വലിയ ഒരു 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 എന്താ പറയുക തപസ്യ പോലെയാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല എന്നെ കണ്ടോടം പറഞ്ഞു അല്ല ചേട്ടൻ്റെ പ്രസംഗം നടക്കട്ടെ. ഞാൻ പറഞ്ഞ പ്രസംഗമല്ല എനിക്ക് പാട്ട് പാടണം എന്ന് ചോദിച്ചു. വളരെ സ്നേഹത്തോടെ ഒരു റിഹേഴ്സലും ഒന്നും ഇല്ലാതെ ഇവിടെ പാടാൻ കഴിഞ്ഞത് അതൊക്കെ ഈശ്വരാനുഗ്രഹമാണ്. ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. എല്ലാം അനുഗ്രഹമാണ്. നമ്മുടെ സംഗീതം എന്ന് പറയുന്നത് ദൈവികം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? കല ദൈവികം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിനിമയിലെ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ആ ഡയലോഗ് കറക്റ്റായിട്ട് പഠിച്ച് പറയാൻ കഴിയണം. സ്ഥലത്തെ പ്രധാന പയ്യൻസിലേക്ക് 35-40 പേജുള്ള ഡയലോഗ്സ് എനിക്ക് കാണാതെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വയലാവാസുദേവപിള്ള സാറിൻ്റെയും ജി ശങ്കരപിള്ള സാറിൻ്റെയും ഒക്കെ അവരുടെയൊക്കെ ശിക്ഷണത്തിൻ്റെ ഫലം കൊണ്ടാണ്. അപ്പോൾ അതിലെ ഡയലോഗുകളൊക്കെ എൻ്റെ മനസ്സിൽ ഇന്നും മനഃപ്പാഠമാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ ഭഗവാന്റെ അന്തരീക്ഷത്തിൽ വെച്ച് ഒരു ചെറിയ ആ ഡയലോഗ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുക. ചുമ്മാ ഒരു മ്യൂസിക് എന്നേക്കൂ. അതായത് വേറൊന്നുമല്ല, ഞാൻ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ ഞാൻ മന്ത്രിയോട് പ്രതിപക്ഷ നേതാവിനോട് കയർക്കുകയാണ്. ആഭ്യന്തരമന്ത്രി ഞാൻ അഭിനയിക്കുന്നത് നരേന്ദ്രപ്രസാദ് സാറാണ്, എൻ്റെ ഗുരുനാഥനാണ്. ഗുരുനാഥനോട് ശിഷ്യൻ വളരെ കയർത്ത് സംസാരിക്കുന്ന ഒരു സീൻ വളരെ മനോഹരമായി സംസാരിച്ചു എന്ന് മിസ്റ്റർ നമ്പ്യാർക്ക് തോന്നുന്നുണ്ടാവും. വള്ളിനിക്കരം സ്ലേറ്റുമായി നടക്കുന്ന കാലത്ത് പഴയ കോട്ട മൈതാനത്തിന്റെ മൈക്കിന്റെ ചുവട്ടിൽ ഞാൻ മണിക്കൂറുകളോളം കേട്ടു നിന്നിട്ടുണ്ട്. നിങ്ങളുടെ വെർബൽ ഡയറിയ, വാക്കുകളുടെ അജീർണം. അന്ന് അത് കേട്ട് ഞാൻ ആവേശം കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് കേൾക്കുമ്പോൾ I am in the least bit enchanted. I feel like vomiting. I feel like vomiting on your face. You are a third-rate criminal in the cover of a politician, Mr. Nambyar. ഇതൊക്കെ പറയാൻ കഴിയുന്നത് എൻ്റെ കഴിവല്ല, എൻ്റെ ഗുരുനാഥന്മാർ എന്നിൽ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹമാണ്, ഈശ്വരാനുഗ്രഹമാണ്. നിങ്ങൾ തന്നിട്ടുള്ള പ്രോത്സാഹനമാണ്, നിങ്ങൾ തന്നിട്ടുള്ള അംഗീകാരമാണ്. അതുകൊണ്ടാണ് എച്ചൂസ് മീൽ തുടങ്ങിയ ഞാൻ ഇന്നിപ്പോൾ മാർക്കോയിലെ ടോണി ഐസക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രോത്സാഹനമാണ്, നിങ്ങളുടെ അംഗീകാരമാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇത്തരം ചടങ്ങുകളെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് നേരിട്ടുള്ള ഒരു നന്ദി പ്രകടനം നടത്താനാണ്. ജഗദീഷിനെ ജഗദീഷാക്കിയ പ്രേക്ഷക ലക്ഷങ്ങളുടെ ഏറ്റവും നല്ല പരിച്ഛേദമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഇവിടെ വെണ്ണലയിലുള്ള ഈ പരിച്ഛേദം, ഈ സദസ്സിൻ്റെ മുന്നിൽ നിങ്ങളോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. തുടർന്നും
ഈ നന്ദി എന്ന് പറയുമ്പോൾ ഓരോ ചിത്രം ഞാനുള്ള ചിത്രങ്ങൾ ഇതേപോലെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം എന്നിൽ വന്ന് ചേരുകയാണ്. നല്ല രീതിയിൽ തന്നെ അഭിനയിക്കണം, ഇനിയും ഒരു ഡെഡിക്കേഷൻ, ആത്മാർപ്പണത്തോടെ അഭിനയ രംഗത്തെ തുടരണം എന്ന് എന്നെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ പിന്തുണ. വളരെ സന്തോഷമുണ്ട്. ഇവിടെ സിനിമാ സംവിധായകൻ യു ഹരീഷ്, എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും കാണാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. ഈ അന്തരീക്ഷം ഒരുക്കി തന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, കുമാർജിക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കലാപരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഗംഭീരമായ രീതിയിൽ ഇന്നത്തെ കലാപരിപാടികളെല്ലാം വിജയിക്കട്ടെ. ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി എന്ന നിലയിൽ ചെറിയ സ്വാർത്ഥതയുണ്ട്. നന്നായിട്ട് വിജയിപ്പിച്ചേക്കണം. താങ്ക് യു.